ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ലൊക്കേഷൻ തപ്പി ഇറങ്ങിയാണ്. വാദി അമ്രാത്ത് ഇവള് കണ്ടുപിടിച്ച ലൊക്കേഷനാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അമ്രാത്തി നമുക്ക് അടുത്തായിരുന്നു കേട്ടോ, ഒരു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എത്തി. ഇപ്പോൾ നമുക്ക് എങ്ങനെയാ കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം എന്താ അവസ്ഥയാണ്. ശരിക്കും ഇത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ചെറിയ ഫീലൊക്കെ വരുന്നുണ്ട്. ശരിക്കും നമുക്ക് തോന്നുന്നത് ഇതാണ്ടോ, ഇതുപോലെയുള്ളത് നമ്മൾ ഇവിടെ കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇതിൻ്റെ തുടക്കമാണ്. ഇവിടെ നിന്ന് അങ്ങനെ പോവാം. മൊത്തം പച്ചപ്പുല്ലും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അടുത്തൊക്കെയുള്ള ആൾക്കാരൊന്ന് വരണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പോയി നോക്കാം. ഇന്ന് കണ്ടു കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയുണ്ട് സ്ഥലം എന്ന്. മറ്റേ ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാണ് കണ്ടിട്ട്. നല്ല തണുപ്പ്. ഒരുപാട് ഒമാനീസ് ഫാമിലി കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്ത്യക്കാരധികം ഇല്ലാന്ന് തോന്നുന്നു. അധികം ആൾക്കാരെ കാണുന്നില്ല തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും നല്ല സ്ഥലമായിരിക്കും. എല്ലാവരും വന്ന് ഇങ്ങനെ നല്ല ഇതായിരിക്കും. നമുക്ക് നോക്കാം. അതെ, ഏത് സ്ഥലത്തെത്തിയാലും നമ്മുടെ മൂന്നുകൂട്ടം പഴയ പരിപാടി തന്നെ. എത്ര കല്ലുണ്ടാവും കയ്യിൽ? ഉണ്ടാവും. കയ്യിൽ കല്ല്. അതാ കല്ല്. ഇത് തന്നെ കല്ല് വർക്ക് മടുത്തില്ല കൂട്ടാ നിനക്ക്? വാ. വെള്ളമാണല്ലോ. നല്ല തണുപ്പ്. നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. കൂട്ടുകാരെ ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് സ്ഥലം? ഇതെങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാവോ? നമ്മുടെ വെള്ളം വരും. ഓടിക്കോ, ഇതവിടെ വെള്ളം വേറെ ഉണ്ട്. കൊള്ളാവോ? അവിടെ ചവിട്ടല്ലേ? എൻജോയ് ചെയ്തില്ലേ? ആ സൈഡിൽ പിടിച്ചോ. അവിടെ പോയിട്ട് നമ്മൾ ഈ മുള്ള നന്നായി കൊള്ളാം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി. നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും വന്നാല്. നൂന് 1, നൂന് 2. അല്ല, ഇതുവരെ നൂന് 1 ആയിരുന്നു, ഇപ്പൊ നൂന് 2.
ആ കൊള്ള ഉടുപ്പ് ഉടുപ്പൊന്നും ഊരാൻ പറ്റൂല. അത് സാറില്ല, വേറെ ഉടുപ്പുണ്ട്, നമുക്ക് മാറ്റാം. പല നനയ്ക്കാതെ നോക്കൂ. ഓ എന്താ സന്തോഷം. എന്തുവാണ് ചെയ്യുന്നേ? കല്ല് പരുക. എന്താ വാ മുന്നോ. അങ്കിള് പറഞ്ഞോ അവിടെ ഇറങ്ങിപ്പോണേ. അങ്കിളെപ്പോ അങ്ങനെ പറഞ്ഞേ? ഇത് കൊള്ളേ ഇത് ഇത് കുത്തുന്ന മുള്ളാട്ടോ. ഇവരെ സൂക്ഷിക്കണം, ഇവൻ പ്രശ്നക്കാരനാണ്, നല്ല വേദനവും. കുറച്ച് പ്രശ്നമുള്ള സാധനമാണ് ഇത്. ഇപ്പോൾ ഇവിടെ കുറെ നടക്കാണ്ട് കേട്ടോ, കുറെ ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ ഏരിയ കാണാൻ പറ്റൂലേ. അതെ അതെ, പുതിയ പുതിയ നല്ല വെള്ളവും വ്യത്യാസമൊക്കെ ഉണ്ട്. അതെ, പിന്നെ ചെറിയ കുട്ടികൾക്ക് നല്ല സുഖമായിട്ടു, അടിപൊളിയാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് ഒന്നാമത് വെള്ളം നല്ല ക്ലിയർ ആണ്, നല്ല വെള്ളമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് ഡെപ്തിലാണ് പിന്നെ വെള്ളം ഉള്ളത്. ഇപ്പോൾ ഇവർക്ക് നൂനുവിൻ്റെ അത്ര പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കളിക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഒരു ഫാമിലിനെ കണ്ടിരുന്നു, അപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു വെള്ളത്തിന്റെ ഡെപ്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഒരു പിന്നെ നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഒരു മോഡറേറ്റ് വെള്ളമാണെന്നുള്ളത്, അധികം ഡെപ്തും ഇല്ല എന്നാൽ അധികം വെള്ളക്കുറവുമില്ല. വെള്ളം കാണുമ്പോഴുള്ള മോളുടെ സന്തോഷം. കൂട്ടാ വാ. ഇത് വാദി അദായി ആണ്, വാദി അല്ലംബ്രാത്ത് എന്നും പറയുന്നുണ്ട്. ഇത് പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ റൂവിയിൽ നിന്ന് അമ്രാത്ത് പോകുന്ന വഴി നമുക്ക് വാദി അദായി എന്നൊക്കെ കാണാൻ കഴിയും. അപ്പം ആ ഒരു വഴിക്ക് പോയിട്ട് നമ്മൾ അമ്രാത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ഫസ്റ്റ് റൗണ്ട് അബൌട്ടിൽ നിന്നും റൈറ്റ് എടുക്കുക. റൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഐലൻഡ് ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ കഴിയും. അവിടുന്ന് യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ ആ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. നമുക്ക് ആ റോഡിൽ നിന്ന് തന്നെ കാണാൻ കഴിയും, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ ഈ വാദീസുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതാണ്. പിന്നെ നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിതിൻ്റെ ലിങ്കും കൊടുക്കാം. അവിടെ ഒരു ഹൈക്കിംഗ് റൂട്ടുണ്ട്, ജസ്റ്റ് ഇതിൻ്റെ 2 കിലോമീറ്റേഴ്സ് അടുത്ത് തന്നെയാണ്. അവിടെയും ഇതുപോലത്തെ വാദീസ് ഉണ്ട്. അപ്പം ആ ഹൈക്കിംഗ് റൂട്ടിൻ്റെ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോഴേക്കും നൂന് നല്ല ഉറക്കമായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ ജേർണി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്